ഇന്ന് എന്റെ കൂടെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. ആരാണ് ചോദിച്ചത്? ഓൾറെഡി നിങ്ങൾ എപ്പിസോഡ്സിലൊക്കെ കണ്ട് ഫെമിലിയർ ആയ ആർജെ ബിൻസി. വെൽക്കം. ഹായ്. അത് വാഴയാമത്താച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? മസ്താനിയോട് ഇന്ന് മസ്തിയായിട്ട് ഞാനുണ്ടെന്ന്. ആണോ? ഭയങ്കര പപ്പേ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. എന്തുണ്ട് വിശേഷം? ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നല്ല വിശേഷം. ഹാപ്പി ആയിട്ട് പോകുന്നു. അയ്യോ പാവം. പോട്ടെ പോട്ടെ. ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയാനുള്ള ഒരു സംഭവമൊക്കെ ആയോ? ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാ എന്താ പറയാ, അത് ഉത്തരം പറ. അത് പറങ്ങട് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സ്റ്റേജിലാണ്. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ. അവർക്ക് തന്നെ വിഷമമാണ്. എന്താണ് ബിൻസി, ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങൾക്ക് സങ്കടം. അവരെ ആശ്വസിപ്പിക്കലാണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സ്റ്റേജ്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. നോക്കിയോ, എവിടെ പോയാലും ആളുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓടി വന്നിട്ട് ആദ്യം പറയുന്നത് ഒരു സങ്കടമാണ്, പിന്നെ ഒരു സെൽഫി എടുക്കും. അതിച്ചിരി കൂടുതലല്ലേ? ഈ ഇപ്പൊ പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തെ പൊതുവെ ഗാലറി ബിൻസിക്ക് എതിരായിട്ടാണല്ലോ ഫീൽ ചെയ്യുന്നത്. യൂട്യൂബ്സിന്റെ അടിയിലും റീസെന്റ് ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ ബിൻസി എവിക്റ്റ് ആയത് നന്നായി എന്നുള്ളൊരു കൈൻഡ് ഓഫ് കാര്യങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കാണുന്നത്. ചതിച്ചോ ദൈവമേ. പാപി ചെല്ലുന്നിടത്തെല്ലാം പാതാളം. ഏത് പാപ്പി? സോ പറയുന്നവരങ്ങനെ പറയട്ടെ, സത്യം എന്താണെന്ന് എനിക്കറിയാം. അതിവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യ. ബാക്കിയുള്ള ഒരു മെജോറിറ്റി, എനിക്ക് തോന്നുന്നു 80% ആളുകൾക്കും അറിയാം. ബാക്കി 20% പറഞ്ഞോട്ടെ. കഷ്ടം. പക്ഷെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബിൻസി എവിക്റ്റ് ആയത് എന്തുകൊണ്ട് നന്നായി എന്നാണ് പൊതുവെ ആളുകൾ പറയുന്നതായിട്ട് കേൾക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. പ്രേക്ഷകരാണ് കൂടുതൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിൻസി അപ്പാനി കുറച്ചൊരു പൊടിക്ക് ഓവർ അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോണം.